എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും ഇവിടെ ഭയങ്കര സുഖമായിട്ടൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും കോൾഡും ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര അങ്ങനെ ഹെൽത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നല്ലാണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനൊരു ട്രാവൽ വ്ളോഗിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ 1ൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 2 വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ക്യാൻമോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലാറ്റിനം സ്വീറ്റ്സ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ക്യാൻമോർ ആൻഡ് ബാൻഫാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ജാനുവരി എൻഡിലാണ് നമ്മൾ ആ ട്രിപ്പ് പോയത്. അപ്പോൾ അതിൻ്റെ ഡേ 2 വ്ളോഗാണ് കേട്ടോ. അത് നല്ല തണുപ്പുള്ള മഞ്ഞും ഒക്കെ ഉള്ള സമയമാണ് കേട്ടോ. അപ്പം രാവിലെ എണീറ്റ് രാവിലത്തെ കർമ്മ പരിപാടികളൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. കാരണം റിസോർട്ട് ഈസ് ഈക്വൽ ടു സ്വിമ്മിംഗ് പൂളാണ് എൻ്റെ പിള്ളേർക്ക്. അപ്പോൾ അതില്ലാണ്ട് അവർക്കൊരു സ്റ്റേ ഇല്ല. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ വന്ന് അവർക്ക് എന്താ പറയുക, മതിയാവുന്ന അത്ര നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അകത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഡ്രൈ സോണയുടെ ഏരിയയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും ഇരിക്കുന്നതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 5-10 മിനിറ്റൊക്കെ, എനിക്ക് കറക്റ്റ് എത്ര നേരം ഇരിക്കാമെന്നൊന്നും അറിയില്ല, പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കാമെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പക്ഷേ ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പം അകത്തൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളിലാണ് ഇത്ര നേരം പിള്ളേരെ കളിച്ചുകൊണ്ടിരുന്നത്, നോനും കുക്കും കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ അത് അകത്തുനിന്ന് പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷനും കൊണ്ട്. അപ്പോൾ പുറത്ത് സ്വിമ്മിംഗ് പൂളിൽ ഈ ഒരു വെതറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി എൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ വെറുതെ തണുത്ത വെള്ളത്തിൽ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു സൈഡിലായിട്ട് ഹോട്ട് ടബ് ഉണ്ട്. ഹോട്ട് ടബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളമാണ് അതിനകത്തുനിന്ന് വരിക. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. അത് ഒരു റിലാക്സേഷനൊക്കെ കിട്ടാൻ വേണ്ടി നല്ലതാണ്. ശരിക്കും ഒരു സ്പാ എഫക്റ്റ് ഒക്കെ കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ അതാ ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് നമ്മളുടെ റോക്കി മൗണ്ടൻ. അങ്ങനെ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിപരമായി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബ്രെഡ്, ചോക്ലേറ്റ് സ്പ്രെഡ്, അങ്ങനെ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റിസോർട്ടിലാണെങ്കിൽ എല്ലാ റിസോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പാത്രങ്ങളും ഉപ്പ്, കുരുമുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അത്യാവശ്യം അപ്ലയൻസസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പറ്റിയത് എണ്ണ മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. എണ്ണ എടുക്കാൻ ഞങ്ങളും മറന്നുപോയി, അവരോട്ട് പ്രൊവൈഡും ചെയ്തില്ല. പിന്നെ എണ്ണയില്ലാണ്ട് നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആയതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഉപ്പും കുരുമുളക് കൂടി ഇട്ട് ഇച്ചിരി അതായത് നമ്മുടെ മുട്ട പൊരിച്ചെടുത്തു. നമുക്ക് എന്തായാലും ടേസ്റ്റിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും തട്ടിക്കൂട്ടി നമ്മളത് ഒപ്പിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രെഡും ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ ഇട്ട് അതെല്ലാം കഴിച്ച് അപ്പോൾ എല്ലാവരുടെയും വയറൊക്കെ അത്യാവശ്യം ഒന്ന് ഫില്ലാക്കിയിട്ട് നമ്മൾ പിന്നെ നാട് കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാൻഫിലെ ലേക്ക് ലൂയിസിലേക്കാണ് കേട്ടോ പോണത്. ബാൻഫ് എന്ന് പറയുന്നത്, ബാൻഫ് ആണെങ്കിലും ലേക്ക് ലൂയിസ് ആണെങ്കിലും അതുപോലെ വേറെ ലേക്കുകളുണ്ട്. ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൻഫ് ഏരിയയിൽ ബാൻഫ് ഭയങ്കര ആൽബർട്ടയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അക്കോമഡേഷന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ബാൻഫിലേക്ക് പോകണം, നിങ്ങൾക്ക് ഒരു കാറൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിപ്പം സ്വന്തം കാർ തന്നെ വേണമെന്നില്ല, നമുക്ക് കാർ റെൻറ്റിനൊക്കെ എടുക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് വരുന്നതെങ്കിൽ ക്യാൻമോർ പോലെയുള്ള അടുത്തുള്ള സിറ്റികൾ അല്ലെങ്കിൽ ടൗണുകളിൽ അക്കോമഡേഷൻ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭേദം. അതല്ലെങ്കിൽ ബാൻഫിലാണെങ്കിൽ മിക്ക സ്ഥലത്തും നല്ല കത്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളാണെങ്കിലും ബാൻഫാണ് നമുക്ക് മെയിനായിട്ട് വരേണ്ട സ്ഥലമെങ്കിലും നമ്മൾ ക്യാൻമോർ താമസിക്കാൻ കാരണം അതാണ്. പക്ഷേ ക്യാൻമോർ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ ബാൻഫ് കുറച്ചും കൂടെ പോപ്പുലറാണ്. അതാണ് ക്യാൻമോർ വെച്ച് നോക്കുമ്പോൾ ബാൻഫിൽ കുറച്ചും കൂടെ തണുപ്പും മഞ്ഞും ഒക്കെ വളരെയധികം കൂടുതലായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലേക്ക് ലൂയിസിൻ്റെ അങ്ങോട്ടേക്കൊക്കെ എത്താറാകുമ്പോഴേക്കും നല്ല മഞ്ഞാണ്. അതായത് നിലത്ത് മാത്രമല്ല മരങ്ങളിലൊക്കെ മഞ്ഞ് ഇരിക്കണതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കാറി പൊളിക്കായിരുന്നു ശരിക്കും. എന്നിട്ട് പിള്ളേർ വരെ മിണ്ടാതിരിക്കുക അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്, ഇങ്ങനെ മഞ്ഞ് കാണാനായിട്ട്, മഞ്ഞിൽ ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രായമൊന്നും ഇതിനകത്തൊന്നും ഒരു വിഷയമൊന്നല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റോട് ശരിക്കും തുള്ളിച്ചാടുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതാ ലേക്ക് ലൂയിസ് എത്താറായി. നല്ല തിരക്കുള്ള സമയത്താണ് കേട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ അതായത് ഭയങ്കര ട്രാഫിക്കായിരുന്നു, ഇഷ്ടംപോലെ വണ്ടികളായിരുന്നു പലർക്കും. അതായത് ഞങ്ങൾ ആദ്യം പോയ സമയത്ത്
അതായത് ഇതൊരു വൺ വേ ആണ്. നമ്മൾ പോണ സമയത്ത് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ലേക്ക് ലൂയിസിൻ്റെ ആ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചു വിടും. നമ്മൾ പോയപ്പം നമ്മളെ തിരിച്ചു വിട്ടു. പക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വീണ്ടും കറങ്ങി അതേ ലൈനിൽ ഇതേപോലെ ഇഴഞ്ഞ് കഴിഞ്ഞ് ആ ട്രാഫിക്കിൽ ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞ് വന്ന് രണ്ടാമത്തെ തവണ വന്നപ്പോഴാണ് നമുക്ക് അകത്തോട്ട്, അതായത് പാർക്കിംഗ് അവൈലബിൾ ആയിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയത്. അപ്പോൾ ഇത്ര ദൂരം നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്ന് നമുക്കത് അതിനകത്തേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമായി പോയില്ലേ. എന്തായാലും നമുക്ക് കയറാൻ പറ്റി. അപ്പോൾ ഇതാ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മളുടെ ലേക്ക് ലൂയിസ്. അതായത് ശരിക്കുള്ള റിയൽ ലേക്ക് തന്നെയാണ് കേട്ടോ. അതായത് സ്പ്രിങ്ങിലും സമ്മറിലും ഫോൾ സീസണിലും ഒക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുള്ള നല്ല ഒന്നാന്തരം ഒരു ലേക്കാണിത്. പക്ഷെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്, ഫുൾ ഫ്രോസൺ ആയി പോകും. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും ഓടാനും എന്തിനാണ് നമ്മുടെ ഐസ് ഹോക്കി ചെയ്യാൻ വരെ ഇവിടെ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അങ്ങ് ദൂരെ അത് ലേക്കിൻ്റെ നടുക്കൊക്കെ അത്ര ദൂരേക്ക് ആൾക്കാരിങ്ങനെ നടന്നും ഓടിയൊക്കെ പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതങ്ങനെ വളരെ കോമൺ ആയിട്ട് ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു ലേക്ക് കാണുന്നത്. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ എന്താ പറയുക, വെരി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഗെയിൻ മഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭ്രാന്താണ്. ഇങ്ങനത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. പോയ ആ ദിവസങ്ങളിൽ അവിടെ എന്തോ ഒരു ഐസ് കാർവിങ്ങിൻ്റെ കോമ്പറ്റീഷനോ എക്സിബിഷനോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസും കൊണ്ട് കാർവ് ചെയ്തിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളും കുറച്ച് അവിടെയൊക്കെ പോയി നിന്ന് ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ ലേക്ക് ലൂയിസിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഹൈക്കിംഗ് ആണ് നമ്മുടെ പരിപാടി. 3 പിള്ളേരും കൊണ്ട് ഈ തണുപ്പത്ത് ഞങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ തോന്നാം, കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ടേക്കൊക്കെ കയറിയില്ലെങ്കിൽ എങ്ങനെയാ. അപ്പം ജോൺസ്റ്റൺ കാനിയൻ എന്നാണ് ഇപ്പം നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ മുകളിൽ വാട്ടർഫാൾസ് ഉണ്ട്. അതൊക്കെ കാണാനാണ് നമ്മൾ ബേസിക്കലി ഇതിൻ്റെ മുകളിൽ വലിഞ്ഞേറി പോകുന്നത്. അപ്പോൾ വിൻ്ററിൽ ഇവിടെ പോകുമ്പം നമ്മൾ ശ്രദ്ധിച്ച് നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല സ്ഥലങ്ങളിലും ഭയങ്കര സ്ലിപ്പറിയാണ് നടക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. ഈ
ട്രെയിലിനെ ഇവർ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ലോവർ ഫോൾസ് ട്രെയിലും അപ്പർ ഫോൾസ് ട്രെയിലും. ലോവർ ഫോൾസ് ട്രെയിൽ ഒരു 1.2 കിലോമീറ്റേഴ്സും അപ്പർ ഫോൾസ് ട്രെയിൽ ഒരു 2.5 കിലോമീറ്റേഴ്സും ദൂരമുണ്ട്. നമ്മൾ ആക്ച്വലി ലോവർ ഫോൾസ് കാണാൻ മാത്രമാണ് പോയത്. പിന്നെ പോകണം എന്നൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ പിള്ളേരെയും കൊണ്ട് അപ്പം തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അത് ഈ തണുപ്പത്ത് ഇച്ചിരി ഇടയ്ക്ക് അവരെന്ന് പറഞ്ഞാൽ മാത്രം എടുത്തുകൊണ്ട് നടക്കലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാണണം, അത്രയെങ്കിലും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടന്നു ഈ തണുപ്പത്ത്. ഇവിടെയും വാട്ടർഫോൾസ്, അതായത് ഈ ഫോൾസിലൊക്കെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ ഫ്രോസൺ ആണ്. ചില ഭാഗങ്ങളിൽ ഫുൾ ഫ്രോസൺ ആണ്, ചില ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം മാത്രമേ ഫ്രോസൺ ആയിട്ടുള്ളൂ. നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ലോവർ ഫോൾസ്. അപ്പം ഇവിടെ ഒരു ക്യൂ തന്നെയുണ്ട്. നമുക്ക് ഈ ഫോൾസ് കാണാനായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ക്യൂ ആണത്. അപ്പം അതിൽ കൂടെ നമുക്ക് ഇച്ചിരി ദൂരെ നിന്നാണെങ്കിലും നോക്കിയാൽ കാണാം, ആ വാട്ടർഫോൾസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ട്. കട്ടിയാവാണ്ട് തന്നെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഔട്ടർ ലെയർ ഫ്രോസൺ ആണ്. കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി നമ്മളുടെ ടേൺ എത്തി. നമ്മൾ കയറി. ഇത് ഈ പോണ വഴിയൊക്കെ അത്യാവശ്യം സ്ലിപ്പറിയാണ്. നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും. പക്ഷേ നമുക്ക് ഭാഗ്യം കൊണ്ട് വീഴാണ്ടൊക്കെ നമ്മൾ മുകളിൽ കയറി എത്തി. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അവിടുന്ന്. ആ വാട്ടർഫോൾസ് കാണാൻ ഭയങ്കര ഭംഗിയൊക്കെ ആണെങ്കിലും മാത്തനപ്പോഴേക്കും മാത്തൻ്റെ ക്ഷമ നശിച്ചു പോയായിരുന്നു. നമുക്ക് ഞാൻ നേരത്തെ പറയുന്നല്ലോ, കൊച്ചു കുട്ടികളാണ്, നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ അവനെയൊക്കെ പൊക്കിയെടുത്ത് എങ്ങനെയോ അതിൻ്റെ മുകളിൽ എത്തിച്ച്, എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ
അങ്ങനെ ലോവർ ഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ മുകളിലേക്കൊന്നും പോകാണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്തൻ മുടയായിരുന്നു. നോനും കുക്കുനും ഒക്കെ ചെറുതായിട്ട് ദേഷ്യം വന്ന് തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം നേരെ റിസോർട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓൺ ദ വേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്യാസ് സ്റ്റേഷനിലേക്കും കൂടെ പോയി ഈ പെട്രോൾ അടിക്കാനായിട്ട്. അപ്പം ഈ യൂഷ്വലി വിൻ്റർ ടൈമിൽ കുറേയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഭയങ്കര ചെളിയായിട്ടിരിക്കും. കാര്യം വിൻ്ററിൽ മഞ്ഞാണ് വീഴുന്നത്. മഞ്ഞ് വെള്ള നിറമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പുകയും അതൊക്കെ അടിച്ച് നമ്മുടെ ഈ റോഡ് സൈഡിൽ തന്നെ ഈ എന്താ പറയുക മഞ്ഞിൻ്റെ കളർ മാറും. ബ്ലാക്ക് ഐസ് ആവും, അങ്ങനെയാണ് അതിന് പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെയൊക്കെ ആവും. ഭയങ്കര വൃത്തികെട്ടൊരു കോലമായിരിക്കും. അപ്പം എല്ലാ ഗ്യാസ് സ്റ്റേഷൻസിലും ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് പിന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര ക്ലീൻ ആയിട്ട് വരുന്നല്ല, എന്നാലും ഭയങ്കരമായൊരു വൃത്തികേട് അങ്ങോട്ട് മാറിക്കിട്ടും. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തി. എന്നിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, ചില്ലറ നടത്തമൊന്നുമല്ലല്ലോ ഇന്ന് നടന്നത്. അപ്പോൾ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് TV ഓൺ ചെയ്ത് നമ്മളുടെ എല്ലാവരുടെയും ഫേവററ്റായ മിസ്റ്റർ ബീൻ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഡിന്നർ പരിപാടിയിലേക്ക് കടന്നത്. നമ്മൾ ആക്ച്വലി നൂഡിൽസും ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കി റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച ബിരിയാണിയുടെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇതുപോലെ ബാക്കി വന്ന് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പം അതും ഉണ്ടായിരുന്നു, കുറച്ച് ചൂടാക്കി എടുത്തു. അങ്ങനെ നമ്മൾ രാത്രി ഫുൾ നമ്മുടെ ഡിന്നറൊക്കെ അങ്ങനെ ഒന്ന് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ Day 2 വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ.